അരക്കൻ ആർമി നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്ത ഇപ്പം അരക്കൻ ആർമിയെ കുറിച്ച് കേൾക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ഇല്ല, അരക്കൻ ആർമി ഇന്നലെ നടത്തിയ ഒരു കൃത്യത്തിലൂടെ ഇന്ന് ലോക മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ള ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വലിയ താരമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, മ്യാൻമറിൽ ജുണ്ട ഭരണകൂടം, ചൈനീസ് പിന്തുണയുള്ള ജുണ്ട ഭരണകൂടത്തിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അരക്കൻ ആർമി. അരക്കൻ ആർമിയുടെ ഒപ്പം PLA പോലെ അവിടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നൊക്കെ പറഞ്ഞ വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം കൂടെ സംയുക്തമായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ പട്ടാള ഭരണകൂടത്തിനെതിരെ അവിടെ യുദ്ധം നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഒരു വലിയ മേൽക്കൈ അവിടുത്തെ സർക്കാരിനുള്ളതിന് കാരണം, പട്ടാള ഭരണകൂടത്തിനുള്ളതിൻ്റെ കാരണം അവർക്ക് വിമാനങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരിക്കുന്ന വാർത്ത, ചൈനയുടെ വിഖ്യാതമായ JF-17 വിമാനം അരക്കൻ ആർമി വെടിവെച്ചിട്ടു. ഈ JF-17 വിമാനമാണ് നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമുക്കെതിരെ ഉപയോഗിച്ചത്, നമ്മൾ വെടിവെച്ചിട്ടത്. ചൈനയുടെ ഏറ്റവും ആധുനികമായ വിമാനങ്ങളിലൊന്ന് പറയുന്നത് JF-17 ഇന്ത്യയുടെ മുന്നിൽ കളിപ്പാട്ടം പോലെ വീണെങ്കിൽ അരക്കൻ ആർമി അവരെ വെടിവെച്ച് വീഴ്ത്തി. എങ്ങനെയാണെന്നറിയാമോ? അതാണ് അരക്കൻ ആർമിയുടെ കരുത്ത് വിളിച്ചറിയിക്കുന്നത്. ശരിക്കും എനിക്ക് സംശയമുണ്ട്, അരക്കൻ ആർമിയുടെ കരുത്താണോ അതോ ചൈന പറയുന്ന ഈ JF-17 എന്ന് പറയുന്ന വിമാനത്തിൻ്റെ കരുത്തില്ലായ്മയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഈ JF-17 വെടിവെച്ച് വീഴ്ത്തി മിസൈലും ആകാശമൊക്കെ ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ വിമാനങ്ങളുമൊക്കെ മിസൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തിട്ടാണ്. അരക്കൻ ചൈനയുടെ ഈ വിമാനം വെടിവെച്ച് വീഴ്ത്തിയത് മെഷീൻ ഗണ്ണുകൊണ്ടാണ്, തോക്കുകൊണ്ട് വെടിവെച്ച് താഴെ ഇട്ടു. ഞാൻ ഓർക്കുകയാണ്, പണ്ട് ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് കുവൈറ്റ് ആക്രമണം നടന്നല്ലോ. കുവൈറ്റിലേക്ക് ഇറാഖിൻ്റെ അധിനിവേശം നടന്നപ്പോൾ കുവൈറ്റിലെ ഒരു കൃഷിക്കാരൻ ആകാശത്തൂടെ പറന്നുപോയ ഒരു ഇറാഖിൻ്റെ ഹെലികോപ്റ്റർ കല്ലുകൊണ്ടെറിഞ്ഞ് വീഴ്ത്തി. ഇത് കേട്ടിട്ടുണ്ട്. താഴ്ന്നു പറക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബോയിങ് വിമാനങ്ങൾ പോലും പറന്നു പോകുമ്പോൾ ഒരു പക്ഷി വന്നിടിച്ചാൽ പോലും താഴ്ന്നു പോകും. അതുകൊണ്ട് പക്ഷി വന്ന് ഇടിക്കുന്നതാണ് വിമാനയാത്രയിലെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ അത്രയും അതിൻ്റെ സയൻസ് അങ്ങനെയാണ്. ഒരു ചെറിയ വസ്തു വന്ന് തട്ടിയാൽ പോലും വിമാനം തകർന്നു പോകും. അപ്പം പറക്കുന്ന ഹെലികോപ്റ്ററിനെ കല്ലുകൊണ്ടെറിഞ്ഞ് വീഴ്ത്തിയത് അക്കാലത്തൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുകയാണെന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ കൗതുകമായിരുന്നു. കൃഷിക്കാരൻ മനോരമയിലും കൗമുദിയിലും മാതൃഭൂമിയിലൊക്കെ വാർത്തയുണ്ട്, കൃഷിക്കാരൻ കല്ലുകൊണ്ടെറിഞ്ഞ് ഇറാഖിൻ്റെ ഹെലികോപ്റ്റർ വീഴ്ത്തിയത് എന്ന് പറയുന്ന പോലെ JF-17 വിമാനം ഉപയോഗിച്ച് കുറേ കാലമായി ജുണ്ട ഭരണകൂടം, മ്യാൻമർ ഭരണകൂടം, ചൈനീസ് പിന്തുണയുള്ള മ്യാൻമർ ഭരണകൂടം, അതുകൊണ്ടാണ് ചൈന അവിടുത്തെ പട്ടാള ഭരണകൂടത്തിന് JF-17 പോലെയുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നത്. അതുപയോഗിച്ച് അരക്കൻ ആർമിയുടെ മുന്നേറ്റം തടയാൻ വേണ്ടിയിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അരക്കൻ ഒന്ന് പതുങ്ങിയത്. എന്നാലും തന്ത്രപ്രധാനമായ പട്ടാള ക്യാമ്പുകൾ ഈ റഖീൻ മേഖല ഉൾപ്പെടെ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. മ്യാൻമറിൻ്റെ 60% ഇപ്പം അരക്കൻ ആർമിയും അവരുടെ സഖ്യകക്ഷികളായ PLA ഉൾപ്പെടെയുള്ള മറ്റ് മിലിറ്ററി ഗ്രൂപ്പുകളോടും ചേർന്ന് സംയുക്തമായി അവർ കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിമാനം പറന്നു വന്നു. മ്യാൻമർ എയർഫോഴ്സിൻ്റെയാണ്. പേൾ ടൗൺഷിപ്പ്, സഗായിങ് റീജിയനിലുള്ള പേൾ ടൗൺഷിപ്പിൽ വെച്ചിട്ട് ഇവർ മെഷീൻ കണ്ടുകൊണ്ട് JF-17, അപ്പം ഈ വിമാനം താഴ്ന്നു പറന്നു വന്നതാണ്. അപ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യാനോ എന്തോ കാര്യത്തിന് ഈ മെഷീൻ ഗണ്ണിൻ്റെ റേഞ്ച് അറിയാമല്ലോ, താഴ്ന്നു പറന്നു വന്ന വിമാനത്തിനെ ഇവർ വെടിവെച്ച് വീഴ്ത്തി. അതിൻ്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ചിത്രങ്ങളും അതിൻ്റെ വീഡിയോയും പ്രേക്ഷകരെ കാണിക്കാം. അതായത് അരക്കൻ ആർമി ആളുകളുടെ ഭടന്മാർ ഇവരെ പോയി കാണുന്നു. ഈ തകർന്ന വിമാനത്തിൻ്റെ അടുത്തെത്തുന്നു, വിമാനം കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ട്, അത് കാണിക്കാം. അപ്പോൾ ഇത് ലോകം അത്ഭുതപ്പെട്ടു. കാരണം ചൈനയുടെ ഏറ്റവും ആധുനിക വിമാനമായ സീരീസിലുള്ള JF-17 മെഷീൻ ഗണ്ണുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയോ എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ മ്യാൻമറിലെ മിലിറ്ററി വിമാനം തകർന്നു എന്നുള്ള സംബന്ധിച്ചുകൊണ്ടാണ്. കാരണം സമ്മതിക്കാതെ ഫോട്ടോസ് വരുന്നു, വീഡിയോ വരുന്നു. അരക്കൻ ആർമിയും PLAയും ഇത് അവരുടെ സൈറ്റുകളിലൂടെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു. കത്തിക്കൊണ്ടിരിക്കുന്ന തകർന്നു കിടക്കുന്ന JF-17. അപ്പോൾ അവർ പറയുന്നത് ഒരു മിൻ തായിങ് പിൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു വിമാനം വീണിട്ടുണ്ട്. അത് ചൈനയുടെ JF-17 ആണ്. പക്ഷേ ആ വിമാനം പരിശീലന പറക്കിന് പോയതാണ്. അപ്പോൾ എൻജിൻ തകരാറുണ്ടായി തകർന്നു വീണതാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് ഭാഗം ശരിയാണ്. ഒന്ന്, വിമാനം തകർന്നു വീണു, അത് JF-17 ആണെന്ന് മ്യാൻമർ പട്ടാള ഭരണകൂടം സമ്മതിച്ചു, ചൈന കൊടുത്തതാണ്. 2, അത് താഴ്ന്നു പറന്നതാണ്, പരിശീലന പറക്കലിൻ്റെ ഭാഗമായി താഴ്ന്നു പറന്നപ്പം എൻജിൻ തകരാറുണ്ടായി എന്നുള്ളത് ആണ് നമുക്ക് അവിശ്വസനീയമായ പോഷൻ. താഴ്ന്നു പറന്നപ്പോൾ ഇവർ വെടിവെല്ല വാച്ച് ടവറിൽ ഇവർക്ക് സ്വന്തം ഇവർ പിടിച്ചെടുത്ത ഗ്രാമങ്ങളിലൊക്കെ ഇവർക്ക് 100-150 അടി ഉയരത്തിലുള്ള വാച്ച് ടവറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അരക്കൻ ആർമി. കാരണം അതിൽ കയറി നിന്നിട്ട് ബൈനോക്കുലർ വഴി നോക്കിയാൽ ദൂരെ നിന്ന്
സേന വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള വാച്ച് ടവറുകൾ. നമ്മൾ ഈ ഫോറസ്റ്റിന്റെ വാച്ച് ടവർ കണ്ടിട്ടില്ലേ, വലിയ ഉയരത്തിലാണ്. അത്തരം ഒരു വാച്ച് ടവറിൽ നിന്നിട്ട് താഴ്ന്നു പറക്കുന്ന ഒരു വിമാനത്തിന് വെടിവെക്കാൻ പറ്റും. ഇനി മാത്രം അതല്ല, ഇവിടെ അരക്കൻ ആർമിയുടെ റഖീൻ മേഖലയിലുള്ള സിദ്വേ തുറമുഖം നമുക്ക് വലിയ താല്പര്യമുള്ളതാണ് ഇന്ത്യക്ക്. കാരണം ഈ ചിക്കൻ നെക്കിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ് ബംഗ്ലാദേശ് നമ്മൾ വിരട്ടുമ്പോൾ സമാന്തരമായി നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് വരാൻ നമുക്കുള്ള ഒരു പാത എന്ന നിലയിൽ നമ്മൾ സിദ്വേ തുറമുഖം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. മ്യാൻമറിൽ അരക്കൻ ആർമിയുടെ പക്കലുള്ള തുറമുഖം ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ അരക്കൻ ആർമിയെ സഹായിക്കുന്നു എന്ന് കുറേ കാലമായിട്ട് ആക്ഷേപങ്ങളുണ്ട്. കാരണം ഈ വള്ളിച്ചെരുപ്പ് ഇട്ട് നടന്ന അരക്കൻ ആർമി വളരെ പെട്ടെന്ന് ഈ ബംഗ്ലാദേശ് ടെൻഷൻ ഉണ്ടായതിനു ശേഷം ആധുനിക ആയുധങ്ങളുള്ള മിലിറ്ററി, പൂർണ്ണ തോതിലുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളൊക്കെ ധരിച്ചിരിക്കുന്ന മിലിറ്ററി ആവുന്നു. അവരുടെ ഏറ്റവും ആധുനികമായ യന്ത്രത്തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും മറ്റായുധങ്ങളും ഉണ്ടാവുന്നു. ഇതിനൊക്കെ കാരണം ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചത്. കാരണം വളരെ പെട്ടെന്ന് സംഭവിക്കാനുള്ള ഒരു കാരണമായിട്ട് ചിലരൊക്കെ പറഞ്ഞു പരത്തിയത്, അങ്ങനെ പറയാം, പറഞ്ഞു പരത്തിയതെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അതായത് ഇന്ത്യ ഇവരൊക്കെ പ്രധാനപ്പെട്ട ആഹാരം ഉരുളക്കിഴങ്ങാണ്. വലിയ തോതിൽ ഉരുളക്കിഴങ്ങ് കയറ്റി അയച്ചിരുന്നു ഇന്ത്യ ഈ അരക്കൻ മേഖല, റഖീൻ മേഖലയിലേക്ക് ഇന്ത്യ ഇവരെ സഹായിക്കാൻ. ഭക്ഷ്യക്ഷാമമൊക്കെ ഉണ്ട് യുദ്ധമായപ്പോൾ. അപ്പം ഉരുളക്കിഴങ്ങും മറ്റ് ഭക്ഷ്യ വസ്തുക്കളും ഇന്ത്യ കയറ്റി അയച്ചിരുന്നു. അവിടെ എത്തിയപ്പോൾ ഉരുളക്കിഴങ്ങ് ബോംബും തോക്കും ഒക്കെ ആയി മാറി എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘം മേഘാലയയിലെ MP ഉൾപ്പെടെയുള്ള ആളുകൾ അരക്കൻ ആർമിയുമായി ചർച്ചയൊക്കെ നടക്കുകയും സിദ്വേ തുറമുഖം പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇന്ത്യ അരക്കൻ ആർമിയെ സഹായിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കാര്യമായിട്ടുണ്ട്. BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഇന്ത്യ സഹായിക്കുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നത് പോലെ മ്യാൻമർ സർക്കാർ ഔദ്യോഗികമായിട്ട് പറയുന്നില്ല എന്നുള്ളൂ. മ്യാൻമർ സർക്കാരിന് ഒരു ചൈനീസ് പക്ഷപാതിത്വമുണ്ട്. എന്നാൽ പോലും ഇന്ത്യയായിട്ടും വലിയ പിണക്കമൊന്നും വേണ്ട എന്ന ലൈനിലാണ് മ്യാൻമർ നിൽക്കുന്നത്. പക്ഷേ ഏതായാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അരക്കൻ ആർമി വന്നാലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അരക്കൻ ആർമിയുടെ പക്കലേക്ക് മ്യാൻമറിൻ്റെ ഭരണം പോകുന്നതിനാണ് ഇന്ത്യക്ക് താല്പര്യമുണ്ട്. കാരണം അവിടുത്തെ ജുണ്ട ഭരണകൂടം, മിലിറ്ററി ഭരണകൂടം ചൈനീസ് പക്ഷപാതികളാണ്. ചൈനയുടെ വിമാനങ്ങൾ വാങ്ങുന്നു എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വാർത്ത എന്നാൽ അരക്കൻ ആർമി വീണ്ടും ഹെഡ്ലൈൻസിൽ വരികയാണ്. അരക്കൻ ആർമി തളർന്നിട്ടില്ല, അവർ പൊരുതുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഡാമേജ്, കാരണം നമ്മുടെ HQ-9 എന്നുള്ള ഡിഫൻസ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ചൈന പാകിസ്ഥാന് കൊടുത്തിരുന്നത്. അതിനെ അതിജീവിച്ച് അവൻ ഉറങ്ങിപ്പോയി. നമ്മുടെ സാധനമൊക്കെ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മിസൈലുകളും നമ്മുടെ ഡ്രോണുകളും ഒക്കെ പോയപ്പോൾ HQ-9 ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മൾ തകർക്കുകയും ചെയ്തു. അതുകൂടാതെ അവരുടെ മിസൈലുകൾ, ചൈന വലിയ സംഭവമാണെന്ന് പറഞ്ഞു കൊടുത്ത മിസൈലുകൾ, JF-17 വിമാനങ്ങളൊക്കെ നമ്മുടെ പ്രഹരശേഷിക്ക് മുമ്പിൽ തകർന്നടിഞ്ഞു വീണു. അപ്പോൾ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ സിനോപാക് സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞതുപോലെയുള്ള JF-17 വിമാനങ്ങൾ പാകിസ്ഥാൻ കൊടുത്തത്. അപ്പോൾ ഇന്ത്യ അത് നമ്മുടെ ആധുനിക മിസൈലുകൾ ഉപയോഗിച്ചാണ് തകർത്തതെങ്കിൽ ഇവിടെ അരക്കൻ ആർമി വെടിവെച്ചിട്ടത് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇനിയിപ്പം തിയറികൾ പുതുണ്ടായി വരണം. ഇതിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ഇനി വരാൻ പറ്റുന്നു. കാരണം അരക്കൻ ആർമിയുടെ കയ്യിൽ ആധുനിക ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇനി അങ്ങനെ റോക്കറ്റ് ലോഞ്ചറൊക്കെ കിട്ടി ഇത് ആര് കൊടുത്തു എന്നുള്ള ചോദ്യമൊക്കെ വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ അരക്കൻ പറയുന്നതാണോ ഞങ്ങൾ മെഷീൻ ഗൺ കൊണ്ട് വെടിവെച്ചിട്ടതാണ് എന്നറിയില്ല. ഏതായാലും വസ്തുത പുറത്തു വന്നിരിക്കുന്നു, ചിത്രങ്ങളുണ്ട്, വീഡിയോ ഉണ്ട്. ചൈനയുടെ JF-17 വീഴ്ത്തിയത് അരക്കനാണ്. അത് ജുണ്ട ഭരണകൂടം, മിലിറ്ററി ഭരണകൂടവും സമ്മതിച്ചു. അപ്പോൾ ഇതോടെ സംഭവിക്കുന്നതെന്ന് അറിയാം. നേരത്തെ പറഞ്ഞ പോലെ HQ-9 എന്ന് പറഞ്ഞ ഏറ്റവും ആധുനികമെന്ന് പറയുന്ന ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെറും കടലാസ് പുലിയാണെന്ന് തെളിഞ്ഞു. അവരുടെ JF സീരീസിലുള്ള വിമാനങ്ങൾ ഇന്ത്യ തകർത്തു. അങ്ങനെ വല്ലാതെ ചമ്മി നിൽക്കുമ്പോഴാണ് മ്യാൻമറിൽ നിന്ന് വാർത്ത വരുന്നത്, ഇവൻ്റെ വലിയ ആധുനികമായ JF-17 അരക്കൻ തോക്കിന് വെടിവെച്ചിട്ടു എന്ന് പറയുന്നത്. അപ്പം അല്ല, ഇപ്പം തന്നെ ഈ ചൈനയിൽ ഉയർന്നൊരു ഒരു ആരോപണം, എന്തിനാണ് ഈ ചൈന കുറഞ്ഞ വിലയ്ക്ക് ഈ വിമാനങ്ങൾ അല്ലെ യുദ്ധ ഉപകരണങ്ങളൊക്കെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നത്? അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ ഒരു ഗുണമേന്മ ഇല്ലായ്മ കൊണ്ടായിരിക്കാം. ചൈന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി അല്ല രണ്ടാമത്തെ ക്വാളിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലോ അല്ലെ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിലോ യുദ്ധമേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെ വലുതായിട്ട് ഇപ്പം ഇൻവോൾവ് ചെയ്യാത്ത ഒരു രാജ്യം, ആ രാജ്യം നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഈ ആയുധങ്ങൾക്കെല്ലാം ഈ ഒരു ഗുണനിലവാരമല്ലേ കാണുള്ളൂ. അതുകൊണ്ടല്ലേ ഒരു ദുർബലമായ ഒരു രാജ്യം ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ചിട്ട് തകർത്തു എന്നൊക്കെ പറയും. അതെ, ഒരു വിമതസേന വെടിവെച്ചിട്ടു. അപ്പൊ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നതിന്റെ പ്രശ്നം വിശ്വസിക്കാൻ പറ്റൂ. അതല്ല, നമുക്ക് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് ലോകരാജ്യങ്ങൾ ചിന്തിക്കില്ല. അല്ല, അത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് ഇപ്പൊ
യുദ്ധത്തിലാണ് അല്ലേ? അതെ. അമേരിക്ക ഇപ്പോഴും ഹൂത്തികളുടെ യുദ്ധം, അവരുടെ യുദ്ധം, എപ്പോഴും യുദ്ധം. ഇപ്പോൾ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ തദ്ദേശീയമായിട്ട് യുദ്ധം, അങ്ങനെ അമേരിക്ക നിരന്തരം യുദ്ധത്തിലാണ്. ഈവൻ പാകിസ്ഥാൻ പോലും ഇടയ്ക്ക് യുദ്ധം, ബലൂചിസ്ഥാനിൽ യുദ്ധം, ഖൈബർ പഖ്തൂൺ മേഖലയിലെ യുദ്ധം, ഇങ്ങനെ ഇന്റേണൽ പ്രശ്നമുണ്ട്. ഇന്ത്യയായിട്ട് വെടിവെപ്പ്. ചൈനയാണെങ്കിലും നിരന്തരം യുദ്ധത്തിലാവും. ഒന്നെങ്കിൽ നക്സൽ വേട്ട, അല്ലെങ്കിൽ പാകിസ്ഥാൻ, അല്ലെങ്കിൽ LTT, ലഷ്കർ ഇ തൈബ, ഇങ്ങനെ നിരന്തരം ഇന്ത്യ പോരാട്ടത്തില്ല. ചൈന ആരോട് പോരാട്ടത്തില്ല? ആരോട്? ചൈന ഇങ്ങനെ നാക്കിട്ടടിക്കുന്ന പോരാട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ ചൈന ഞങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിന്റെ എഫിഷ്യൻസി, ഇതിന്റെ പ്രവർത്തനക്ഷമത, ഇതിന്റെ കരുത്ത്, ഇതൊന്നും അവർ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പ്രായോഗിക തലത്തിൽ ഒരു രാജ്യം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇത് ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങളുടെ വലിയ വിമാനമുണ്ട്, ഞങ്ങളുടെ മറ്റേതുണ്ട്, F-35 ഉണ്ട്. ഇപ്പം 35നെ കുറിച്ചാണ് പറയുന്നത്, 6ാം തലമുറ എന്ന് പറയുന്നത്. അല്ല, 35 F-35 ഈക്വലന്റ് ആയിട്ടുള്ള ബദലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് 35 സീരീസ് വിമാനം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരിടത്തെങ്കിലും പോയി പരീക്ഷിച്ചിട്ടില്ല, നിയർ കോമ്പാറ്റിൽ പരീക്ഷിച്ചിട്ടില്ല. അപ്പം ചൈനയ്ക്ക് ആരെങ്കിലുമായിട്ട് യുദ്ധം പോയി ചെയ്യാൻ പറ്റില്ല. ചൈന ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തോട് ചൈന നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസ് വളരെ വലുതാണ്. കാരണം ചൈന യുദ്ധത്തിന് പോയാൽ സ്വാഭാവികമായും അമേരിക്ക മറ്റവരെ സഹായിക്കും. ഇപ്പൊ തായ്വാന്റെ കാര്യത്തിൽ തായ്വാനെ വേണമെങ്കിൽ ചൈനയ്ക്ക് പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. മംഗോളിയ ഒരു വലിയ പ്രശ്നമാണ്. മംഗോളിയ എന്ന് പറയുന്നത് ഈ ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ പഴയ ചൈനയുടെ ഭാഗമായിരുന്നു. ഇപ്പം മംഗോളിയക്ക് കടലില്ല, ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. 4 ഭാഗത്തും കരയാണ്, ചൈനയാണ്. മംഗോളിയ ഇവർക്ക് സ്വന്തമാക്കണം. ഒരു 2050 ആകുമ്പോൾ മംഗോളിയെ പിടിച്ചെടുക്കണം. ഇവർ എക്സ്പാൻഷൻ തിയറി ഉണ്ട്. ചൈനയ്ക്ക് ഇങ്ങനെ പരമാവധി ആളുകളെ, പരമാവധി ഭൂപ്രദേശം പിടിച്ചെടുക്കുക എന്നുള്ള, ടിബറ്റ് പിടിച്ചെടുത്ത പോലെ മംഗോളിയ പിടിച്ചെടുക്കുന്നുണ്ട്. രാജ്യം വികസിപ്പിക്കണം. പക്ഷെ മംഗോളിയ അവർ പറയുന്നത് നോക്കുമ്പോൾ ഈ ഒന്ന് ബുദ്ധമതം, രണ്ടാമത് ഈ ചൈനീസ് അത് കൾച്ചറുണ്ട്. പിന്നെ ജംഗിസ് ഖാന്റെ കാലത്ത് മംഗോളിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു. അത് 2050 കൂടി മംഗോളിയെ സ്വന്തമാക്കണമെന്ന് പറയുന്നുണ്ട്. തായ്വാനെ ഇപ്പോൾ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റാത്തത്? അമേരിക്ക ഇടപെടും. ഇതാണ് പ്രശ്നം. ചൈന എന്ത് ചെയ്താലും, ചൈന വെറുതെ പോയിട്ട് കൊടുത്താൽ, കുറ്റം ചെയ്തിട്ട് 2 അടി കൊടുത്താലും അമേരിക്ക പറയും തെമ്മാടിത്തം കാണിക്കരുതെന്ന് പറയും. ഇതാണ് പ്രശ്നം. ചൈന ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അമേരിക്ക നിൽക്കുകയാണ്. അമേരിക്കൻ താല്പര്യം അങ്ങനെയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഈ പരിമിതി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചൈന ഈ പറഞ്ഞ പോലെ നേരിട്ട് ആരുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സാഹസികത കാട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ സാധനം എടുത്തു കൊടുക്കും. നീ ഉപയോഗിക്കുക, എങ്ങനെയുണ്ടെന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ പാകിസ്ഥാനെയും ഈ പറഞ്ഞ മ്യാൻമർ പോലെയുള്ള കൊച്ചു രാജ്യങ്ങളെയൊക്കെ ഒരുമാതിരി ഗിനിപ്പന്നികളെ പോലെ പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കുകയാണോ ചൈന എന്നൊരു സംശയമുണ്ട്. ലോക പ്രതിരോധ മാർക്കറ്റിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച് തങ്ങളുടെ യുദ്ധോപകരണങ്ങളും വിമാനങ്ങളും വിൽക്കാൻ വേണ്ടി ചൈന നടത്തുന്ന ശ്രമത്തിൽ ആണ് ഒരു കൊച്ചു തോക്കിലെ കുഞ്ഞു വെടിയുണ്ട കൊണ്ട് അരക്കൻ മറുപടി കൊടുത്തിരിക്കുന്നത്. ചൈനയുടെ വിശ്വാസ്യത ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തകർന്നടിഞ്ഞെങ്കിൽ അത് നിലംപരിശായി മണ്ണിട്ട് മൂടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. JF-17 വെടിവെച്ച്, തോക്കിന് വെടിവെച്ച് അരക്കൻ വീഴ്ത്തി എന്നുള്ള വാർത്ത ചൈനയ്ക്ക് വല്ലാത്ത ഡാമേജാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.